സുലാജ് നിലമ്പൂർ രചിച്ച കാടും കഥയും കാനന ഭംഗിയും പ്രാദേശിക ചരിത്രം എന്ന പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടന്നു. നിലമ്പൂർ കോവിലകം കവാടത്തിന് മുന്നിൽ സൗത്ത് DFO G ധനിക്ലാൽ, നിലമ്പൂർ കോവിലകം രവിവർമ്മ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു, നഗരസഭാ കൗൺസിലർ MK വിജയനാരായണൻ, മജീഷ്യൻ RK മലയത്ത്, വിനോദ് P മേനോൻ, ശിവൻകുട്ടി മാസ്റ്റർ, അഹമ്മദ് കുട്ടി കാപ്പിൽ, സുധീർ ബാബു വെങ്കിട്ട, സുധാ ബാലകൃഷ്ണൻ, മെഹബൂബ്, യാസർ നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കോവിലകത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ കോവിലകത്ത് പോയിട്ട് മാസങ്ങളോളം ഇരുന്നിട്ട് അവിടുത്തെ കോവിലകത്തെ തമ്പ്രാനോടും അതുപോലെ തന്നെ അവിടുത്തെ ആളുകളോട് സംസാരിച്ചിട്ടാണ് സുലാജ് സ്റ്റേജിലേക്ക്. ഈ നിലമ്പൂർ കോവിലകത്തിന്റെ ഈ കമാനത്തിന്റെ അടുത്ത് വെച്ച് തന്നെ ഈ കവർ പേജ് റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നിലമ്പൂരിന്റെ വികാസം, നിലമ്പൂരിന്റെ സംസ്കാരം, നിലമ്പൂരിന്റെ പാരമ്പര്യം, നിലമ്പൂരിന്റെ എല്ലാം ഈ കോവിലകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നാണ്. എന്നാൽ നാളെ എന്ത് സംഭവിക്കും എന്നുപോലും തീരുമാനിക്കുന്നത് പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളാണ്. ഈ താമര വിരിയും പോലെയാണ് പുസ്തകങ്ങൾ. അത് കാണാനൊക്കെ വളരെ മനോഹരമായിരിക്കും. പക്ഷെ അതിനെ തണ്ടിങ്ങനെ തേടി പോയാൽ ചെളിയിലായിരിക്കും അതിൻ്റെ വേരുകളെന്ന് പറയുന്നത് പോലെ. പലപ്പോഴും ചരിത്രം നമ്മൾ തേടി പോയാൽ അത് പിന്നെ പുറത്ത് നമുക്ക് എഴുതാൻ പറ്റാത്ത പലരും. അബ്ദുള്ള വല്ലാഞ്ചിറ സ്വാഗതവും ഷുക്കൂർ പത്തനംതിട്ട നന്ദിയും പറഞ്ഞു. നീറുന്ന ബാല്യത്തിൻ തീഷ്ണാനുഭവങ്ങൾ നിറഞ്ഞൊഴുകും എഴുത്തിൻ നീരൊഴുക്കായി സുലാജ്. കാടും കഥയും കാനന ഭംഗിയും കരളിലൊഴുപ്പിച്ചു നമ്മൾ പുനേദിക്കുന്നു. ആദ്യമായി ആശംസകൾ നേരുന്നു.